വീണ്ടും ഈ ദിവ്യ ശക്തി നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തരും. ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുകയാണ്, നിന്റെ വചനം ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ സമാധാനം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. കർത്താവേ, നിന്റെ ആത്മീയാഭിഷേകത്താൽ ഈ രാത്രി എന്റെ ഹൃദയം നിറയ്ക്കണം. ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ഒരു ആത്മീയ അഭിഷേകം ഈ രാത്രി പാളയത്തിൽ നമ്മുടെ മധ്യേ ഒഴുകിയെത്തട്ടെ. ദൈവസിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദി, ഇത് ഉയരത്തിലെ ശക്തിയാണ്, ഇത് രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്, ഇതൊരു അത്യന്തമായ ശക്തിയാണ്. ഈ ശക്തിയാൽ നമുക്ക് ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ബൈബിൾ പറയുന്ന നാലാമത്തെ നദി കൃപയുടെ നദിയാണ്. കൃപയുടെ നദി നമ്മിലേക്ക് ഒഴുകിയെത്തും. ഇതിന്റെ ഉത്ഭവം എവിടെയാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുവിന്റെ വിലാപ്പുറത്തു നിന്നാണ്. യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചു. റോമാക്കാർ യേശുവിനെ ക്രൂശിപ്പാൻ യഹൂദന്മാരുടെ നിർബന്ധങ്ങൾക്ക് വിധേയപ്പെട്ടു. കർത്താവായ യേശുവിനെ ക്രൂശിച്ചു. മരണനിമിഷത്തിലേക്ക് യേശു വന്നെത്തി. താൻ തന്റെ രക്തം പാപികൾക്ക് കൊടുത്തു, തന്റെ ശരീരം അരിമത്യക്കാരനായി ജോസഫിന് കൊടുത്തു, തന്റെ വസ്ത്രം തന്നെ ക്രൂശിച്ച പടയാളിക്ക് കൊടുത്തു, തന്റെ അമ്മയെ യോഹന്നാന്റെ കയ്യിൽ കൊടുത്തു, തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ കൊടുത്തു. ഓ, എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ പ്രാണനെ വിട്ടു. അവന്റെ തല തോളിലേക്ക് ചാഞ്ഞ ശേഷം ഒരു പടയാളി അവന്റെ വിലാപ്പുറത്തേക്ക് ഒരു കുത്തുകുത്തി. ഭയങ്കരമാണ്. അവൻ മരിച്ചോ ഇല്ലേ എന്ന് ബോധ്യപ്പെടുത്തി റോമൻ കൈസർക്ക് മരണ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് സൈനാധിപനായവൻ കുതിരപ്പുറത്തിരുന്ന് ഒരു കൂർത്ത കുന്തം ഒരു പടയാളിയുടെ എറിഞ്ഞു കൊടുത്തു. അവൻ ആ കൂർത്ത കുന്തവുമായി യേശുവിന്റെ ചങ്കിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഒറ്റ കുത്തങ്ങോട്ട് കുത്തി. തിരിച്ചൂരുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടൊഴുകി. മശിഹാ ജനിക്കുന്നതിന് 530 വർഷം മുമ്പ് സക്കരിയാവ് ആ മുറിപ്പാടിനെ കണ്ടിട്ട് പറയുന്നു, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി കരഞ്ഞു. അവിടെ നിന്ന് അവരിലേക്ക് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകർന്നു. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നദി പോലെ കൃപ ഒഴുകിയെത്തുകയാണ്. ഒരല്പമായ കൃപയല്ല, നദി പോലെ കൃപ ഒഴുകിയെത്തും. ഉത്ഭവസ്ഥാനം മശിഹായുടെ വിലാപ്പുറമാണ്. പടയാളി കുത്തി, ചങ്ക് പിളർന്നു. അവിടെ നിന്നാണ് ഇത് ഒഴുകിയെത്തുന്നത്. ഇതാണ് നമ്മൾ വായിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പ്രവചന പുസ്തകം 33:21 വായിക്കുകയാണ്. സർവശക്തൻ തന്നെ അവിടെ അവർക്ക് ഒരു നദിയായിരിക്കും. സർവശക്തൻ തന്നെ അവർക്കൊരു നദിയായിരിക്കും. തണ്ടുവെച്ച പടകും പ്രതാപമുള്ള കപ്പലും ഒന്നും ആ വഴി പോകത്തില്ല. ാണ് കൃപയുടെ മുതൽക്കൂട്ട്. ഈ രാത്രിയിൽ കർത്താവായ യേശുവേ, നിന്റെ കൃപയാൽ എന്റെ ഹൃദയം നിറയ്ക്കണമേ. യേശുവേ, നിന്റെ സ്നേഹത്താൽ എന്റെ ഹൃദയം നിറയ്ക്കണമേ. യേശുവേ, സിയോനിൽ നിന്നൊരു അഭിഷേകം എന്റെ മേൽ അയക്കണമേ. യേശുവേ, നിന്റെ സമാധാനം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. എത്ര ദൈവമക്കൾ പരമാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവോ, സ്വർഗം നിങ്ങളോട് ദയ ചെയ്യട്ടെ. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ഇതിന്റെ ആഴങ്ങൾ അറിഞ്ഞുകൂടാ. അടുത്ത കാലത്ത് ഞാൻ അവിടെ ആയിരിക്കുന്ന ഫെയ്ത്തോമില് നമ്മുടെ ഒരു ഉയർന്ന ഒരു ഓഫീസർ വന്നു. താനിപ്പോൾ നമ്മുടെ മന്ത്രിസഭയിലെ ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയാണ്. യാദൃശ്യമായി എവിടെയോ ഒരു CD കേട്ടാണ്. അപ്പോൾ അതിലൊരു മനുഷ്യൻ പാലിക്കേണ്ട ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞതാണ് തന്നെ സ്പർശിച്ചത്. താൻ എത്രയോ പാടുപെട്ട് കഷ്ടപ്പെട്ട് നമ്പർ സംഘടിപ്പിച്ച് ഫെയ്ത്തോമിൽ വന്നെന്നോട് സംസാരിച്ച ശേഷം അങ്ങയോട് എനിക്ക് നന്ദിയുണ്ട് എന്ന് പറയും. ഞാൻ ചോദിച്ചു, എന്തിനാണ് സാറേ? ഞാൻ ചെയ്യേണ്ട ധർമ്മം എന്താണെന്ന് എൻ്റെ ആയുസ്സിൽ വ്യക്തമായി എനിക്ക് അങ്ങയാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല സഹോദരൻ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ്? അത് ഇന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കൊരു CD തന്നു. ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യങ്ങളിലൊന്ന് അവൻ്റെ ധർമ്മമാണ്. അയ്യോ, ഞാനിതറിയാതെ എൻ്റെ കുടുംബം പോലും സംരക്ഷിക്കാതെ ഒരു ജന്മം പാഴാക്കി ഞാൻ അലയുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ധർമ്മത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. മടങ്ങിപ്പോകുമ്പോൾ മുഴങ്കാൽ മടക്കി നിന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങ് ദയവായി എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. കാര്യം യേശു ക്രിസ്തു എൻ്റേതും കൂടെ ആയിത്തീരണം. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. യേശു പറയാൻ, ഈ രാത്രി പന്തലിന്റെ നടുവിൽ നിന്ന് യേശു പറയാൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന നദി പുറപ്പെടും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ആ വചനം സത്യമാണ്. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ ആരും ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ, യേശു നിന്റെ ദൈവമാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കൊരു ചിന്തയുണ്ട്, ഈ യേശു എന്നത് ക്രൈസ്തവരുടെ ദൈവമാണ്. സോറി, അങ്ങനെയല്ല, അത് തെറ്റായ ധാരണയാണ്. യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. അത് ക്രൈസ്തവരുടെ ദൈവമല്ല. ക്രൈസ്തവർ യേശുവിനെ ആരാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
അല്ലാതെ ക്രൈസ്തവരുടെ മാത്രമല്ല, യേശു ലോകത്തിന്റെ രക്ഷിതാവ്. നീ ഹൈന്ദവനോ ഇസ്ലാമികനോ ഇനി ആരും ആയിക്കൊള്ളട്ടെ, എനിക്ക് യേശുവിനുള്ള അതേ ബന്ധമാണ് കേൾവിക്കാരനായ നിനക്കും യേശുവിനുള്ള ബന്ധം. യേശു എന്റെ രക്ഷിതാവാണെങ്കിൽ കേൾവിക്കാരനായ നിന്റെയും രക്ഷിതാവ് യേശുവാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ യേശു എന്റെ രക്ഷിതാവാണ്. പരമാർത്ഥ ഹൃദയത്തോടെ ഈ രാത്രി നീ യാചിച്ചാൽ സ്വർഗം നിനക്ക് ഈ രാത്രി വിടുതൽ തരും. എത്രയോ വർഷമായി മനസാക്ഷിയിൽ മുറിവേറ്റ്, മുറിവുകൾ വ്രണമായി, തമ്മിൽ പഴിചാരി, മരണത്തിന്റെ ഭാഷ്യങ്ങളാൽ ചുറ്റപ്പെട്ട് വേദനപ്പെട്ടാണോ ഈ രാത്രി ജീവിക്കുന്നത്? നമുക്ക് വിട പറയാം, നമുക്ക് കുടഞ്ഞു പുറത്തു വരാം. ഒരു ജന്മവും ഒരു ജീവിതവുമേ ഉള്ളൂ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടി വരും. ഈ രാത്രിയിൽ കർത്താവിന്റെ കാൽവറിയെ ഓർത്ത് നമുക്ക് കരയാം. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. വായിച്ചു കേട്ടല്ലോ, കൃപയൊരു നദിയാണ്. മശിഹായുടെ വിലാപ്പുറത്ത് പടയാളി കുത്തിയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടൊഴുകിയതാണ് ഈ കൃപ. ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ആ കൃപയുടെ പിന്നിൽ യേശുവിന്റെ വിലാപ്പുറത്ത് ഒരു മുറിപ്പാടുണ്ട്. ഇന്ന് നമ്മളായിരിക്കുന്ന എല്ലാ കൃപയുടെയും പിന്നിൽ മശിഹായുടെ വിലാപ്പുറത്ത് ഒരു മുറിവിന്റെ പാടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ, കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ ഞാൻ അവരിലേക്ക് പകരും, അവർ കുത്തിയെങ്കിൽ നോക്കി കരയും. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മുടെ സമയം അതിവേഗം കടന്നു പോകുകയാണ്. മറ്റൊന്നാണ്, ഒരു ക്രൈസ്തവൻ യേശുവിനെ അനുഗമിക്കുമ്പോൾ അവനിൽ മറ്റൊരു നദി കാണാം. അതിന് ആനന്ദത്തിന്റെ നദി എന്നാണ്. ആനന്ദത്തിന്റെ നദി. വായിച്ചാട്ടെ, 36-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിച്ച. നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ബൈബിൾ പറയുന്ന മറ്റൊരു നദിയാണ് ഈ ആനന്ദത്തിന്റെ നദി. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ അല്പം ആനന്ദം കിട്ടാൻ എന്തെല്ലാം പരിപാടികളാണ് ഒപ്പിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ആനന്ദത്തിന് വേണ്ടി. മനുഷ്യൻ ഓരോ ഫീൽഡിലും മദ്യപിക്കുന്നവർ, മറ്റും മെച്ചപ്പെട്ട വഴികളിൽ പോകുന്നവർ, സിനിമാശാലകൾ തേടുന്നവർ, വല്ല കോമഡികളൊക്കെ കണ്ട് ആശ്വാസം പ്രാപിക്കുന്നവർ, അവർക്കെല്ലാം മനസ്സിന് ഒരല്പ ആനന്ദം കിട്ടുക എന്നുള്ളതാണ് വിഷയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരല്പ ആനന്ദം കിട്ടുന്നതിന് വേണ്ടി ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പരക്കം പായുക. എത്രയോ മനുഷ്യൻ സമ്പൽ സമൃദ്ധമൊക്കെ ആയിരിക്കും, ഇഷ്ടംപോലെ സമ്പത്ത് കാണും, പക്ഷെ മനസ്സിന് ആനന്ദം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാർദ്ധക്യത്തിലെത്തിയ ഒരു അമ്മയെ കാണാൻ ഒരു വീട്ടിൽ പോയി. അപ്പൊ എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ വിളിച്ചുകൊണ്ട് പോയതാ. ഞാൻ ആ വീട്ടിൽ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപ മുറിയിൽ അവിടുത്തെ ഒരു മൂത്ത മകളുണ്ട്. വലിയ ബഹുസമ്പന്നയാണ്. എറണാകുളത്ത് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഇംഗ്ലണ്ട് പട്ടണത്തിൽ ഏതാണ്ട് ഇന്ത്യൻ 200 കോടി രൂപ വില വരുന്ന ഒരു വലിയ ബംഗ്ലാവ് അവർക്കുണ്ട്. അവർക്ക് ഊട്ടിയിലും കൊടൈക്കനാലും കാലാവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള സമ്പത്തൊക്കെയുണ്ട്. ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, മരണക്കിടക്കയിൽ കിടക്കുക, തൊട്ടടുത്ത മുറിയിൽ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ടായി. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പോയ ശേഷം എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആളിനോട് ചോദിച്ചു, ദയവായി ഒരിക്കൽ കൂടെ എൻ്റെ വീട്ടിലൊന്ന് വിളിച്ചുകൊണ്ട് വരാം. അപ്പൊ ഞാൻ ആ ഭവനത്തിൽ പോയി. സാധുവായ ഒരു സ്ത്രീ, അവരെന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എത്ര കോടി രൂപയുടെ സമ്പത്തുണ്ടെന്നറിയാം. അവരുടെ ജീവിതം തകർന്നുപോയി, കുടുംബം തകർന്നുപോയി. ഒരു മകളുണ്ടായിരുന്നു, അവളുടെയും കുടുംബം തകർന്നുപോയി. ജീവിതമാകെ ദുർഗന്ധം ഭവിച്ചുപോയി. ഭൗമ്യമായ എല്ലാ സമ്പത്തും ഉണ്ട്. എന്നോട് പറഞ്ഞു, പാസ്റ്റേ, എനിക്ക് കായൽ തീരത്തൊരു ബിൽഡിംഗ് ഉണ്ട്, ഊട്ടിയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്. ഞാനിങ്ങനെ മാറി മാറി താമസിക്കും. പക്ഷെ എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് സമുദ്രമധ്യേ പറന്ന് തളരുന്ന പക്ഷിയുടെ ഗതിയാണ്. ഇപ്പോൾ എനിക്ക് എല്ലാ രോഗവും ബാധിച്ചു. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗറുണ്ട്, എനിക്ക് പ്രഷറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ത്വക്ക് രോഗമുണ്ട്. ഞാൻ രാവിലെ ഒരു 30-35 ഗുളിക തിന്നാണ് ജീവിക്കുന്നത്. എന്തിനാണ് ഈ പണം? എന്തിനാണ് ഈ ബിൽഡിങ്? എന്തിനാണ് ഈ വാഹനം? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. ആശ്വാസം പ്രാപിക്കേണ്ടതിന് ദരിദ്രപ്പെട്ട അനാഥർക്ക് വല്ലതും കൊടുത്ത് ഒരല്പാശ്വാസം പ്രാപിക്കും. ഞാൻ അമ്പരന്ന് പോയി. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, മനസ്സിന്റെ ആനന്ദം നിനക്ക് സൂക്ഷിക്കാൻ ഒക്കുന്നുണ്ടോ? നിന്റെ മനസ്സിൽ ആനന്ദമുണ്ടോ? നയന മനോഹരമായ വസ്ത്രമണിഞ്ഞ് സമൂഹമധ്യേ നീ മാന്യനാണെങ്കിലും നിന്റെ മനസ്സ് നീറിപ്പോകുകയല്ലേ? ആറ്റൻ ബോംബ് പുകയുന്നത് പോലെ നിന്റെ ഉള്ളം പുകഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഈ രാത്രി യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കൂ. നിന്റെ മനസ്സിൽ ആനന്ദത്തിന്റെ നദി ഒഴുകിയെത്തും. ലോകത്തിന് തരാൻ കഴിയാത്ത, ജഡീക സന്തോഷങ്ങൾക്ക് തരാൻ കഴിയാത്ത, ഭൗമിക നന്മകൾക്ക് തരാൻ കഴിയാത്ത ഒരാനന്ദത്തിന്റെ നദി യേശുവിന്റെ മാർഗത്തിലുണ്ട്. അത് പ്രാപിച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ മാർഗത്തിലുണ്ട് സഹോദരങ്ങളെ. അത് അനുഭവസ്ഥരാണ് ഇവിടെ ഇരിക്കുന്നത്.
യേശുവിന്റെ മാർഗത്തിൽ മനസ്സിൽ ആനന്ദമുണ്ട്. ഒന്നുമില്ലാത്ത ദരിദ്രരെയൊക്കെ കണ്ടിട്ടില്ല. എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദം. ഞാനൊരിക്കലൊരു ഒരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ കഴുത്തിന്റെ ഈ ഭാഗത്തൊരു വ്രണമുണ്ടായി. അവളൊരു എഞ്ചിനീയറാണ്, എറണാകുളത്ത് എവിടെയോ ജോലി ചെയ്യും. അവിടെ ഇങ്ങനെ ഒരു വ്രണം, അതിലിങ്ങനെ പഞ്ഞിയൊക്കെ ഒട്ടിച്ച്, അത് യാദൃശ്യമായ ആരാധനയ്ക്ക്. അപ്പം ഞാൻ അതിനോട് ചോദിച്ചു, എന്ത് പറ്റിയതാണ്? അപ്പം എന്നോട് പറഞ്ഞത് ഒരു ക്യാൻസറാണ്. ഞാൻ ഞെട്ടിപ്പോയി. ക്യാൻസറിൻ്റെ ഒരു വ്രണമാണ്, ആ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്താൽ പ്രയോജനമില്ല. എന്നിട്ട് അവൾ എന്നോട് പറയുകയാണ്, ഞാൻ എത്രയും വേഗം മരിച്ചു പോകും പാസ്റ്റപ്പച്ച. ഞാൻ ചോദിച്ചു, 10 കൂടിയൊന്ന് അന്ന് അതിന് കൂടിയ ഒരു 22 വയസ്സ് കാണും. അക്കാലത്തൊരു ബിടെക് എഞ്ചിനീയറാണ്. ഈ രോഗവും കഷ്ടമൊക്കെ ഉണ്ടെങ്കിലും കമ്പനി അവളെ വിടുന്നില്ല. ഫെയ്ത്ത് ഹോമിൽ വരാൻ പോലുള്ള വാഹന സൗകര്യം കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അവൾ എന്നോട് പറയാം, ഞാൻ ചോദിച്ചു, ഇങ്ങനെ വെച്ചാൽ എന്ത് ചെയ്യും? അതേ, ചുരുങ്ങിയ 3-4 മാസത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകും. മരിച്ച് ഞാൻ എത്രയും വേഗം സ്വർഗത്തിൽ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ പോകും. എനിക്കങ്ങ് അത്ഭുതം തോന്നി സഹോദരങ്ങൾ. എന്നോട് പറയാണ്, മരിച്ച് ഞാൻ എത്രയും വേഗം എൻ്റെ യേശു അപ്പച്ചൻ്റെ അടുക്കൽ പോകും പാസ്റ്റപ്പച്ച. അപ്പൊ എൻ്റെ സുഖത്തിനപ്പച്ചൻ പ്രാർത്ഥിക്കേണ്ട. ഒരുപാട് ദീർഘകാലം ഈ ദുർഗന്ധം പിടിച്ച വ്രണവും കൊണ്ട് ഭൂമിയിൽ ജീവിക്കാതെ എത്രയും വേഗം എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോയി എൻ്റെ അവകാശത്തെ കണ്ട് ആ മനോഹര ദേശത്ത് എൻ്റെ ആത്മാവ് പോയി ചേരണം. ആരാണ് ഇവൾക്ക് ഈ അറിവ് കൊടുത്തത്? അവളുടെ ഉള്ളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആനന്ദത്തിന്റെ ഒരു നദിയുണ്ട്. ഇന്ന് രാത്രി ദൈവവൈദ്യരെ, ആ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ ആനന്ദത്തിന്റെ നദിയുണ്ട്. ആനന്ദം ഒരു നദിയാണ്. ആനന്ദം നമുക്ക് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിളിൽ പറയുന്ന നിർദ്ദേശം നമുക്ക് നോക്കാം. 1 സങ്കീർത്തന പുസ്തകം 45:7 വാക്യം ഇങ്ങനെയാണ്: ദുഷ്ടതയെ വെറുത്ത് നീതിയെ നിങ്ങൾ സ്നേഹിക്കണം. ശ്രദ്ധിക്കുക, ദുഷ്ടതയെ വെറുത്ത് നിങ്ങൾ നീതിയെ സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിന് ആനന്ദം കിട്ടും. നമ്മൾ തിരിച്ചാ ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? നീതിയെ വെറുത്ത് ദുഷ്ടതയെ സ്നേഹിക്കും. എന്നാൽ 2 പേര് കൂടി വന്നിരിക്കുകയാണ് ഫെയ്ത്ത് ഹോമിൽ. അതിലൊരാൾ പറയാണ്, പാസ്റ്റർ ചായ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു, എന്നാ? എൻ്റെ മനസ്സിൽ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ്. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൂടെ ഉള്ള ആളെന്നോട് പറയാ, എൻ്റെ ചായ, എൻ്റെ മനസ്സിൽ 3-ാം ലോക മഹായുദ്ധത്തിനുള്ള ഒരുക്കം നടക്കുക. എന്ത് ചെയ്യും? 3-ാം ലോക മഹായുദ്ധത്തിനുള്ള ആയുധങ്ങൾ എൻ്റെ ഉള്ളിൽ ഒരുക്കുകയാണ്. വൈകിട്ട് വീട്ടിൽ ചെന്നാൽ പൊട്ടിപ്പുറപ്പെടും. മറ്റേയാളെന്താ പറയുന്നത്? ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം മനസ്സിൽ നടക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ മനസ്സിൽ സിയോന്റെ ആനന്ദം ഉണ്ടെന്ന് ധൈര്യമായി പറയാൻ കഴിയുന്നവർ ദയവായി കരങ്ങളൊന്ന് ഉയർത്താം. സന്തോഷമുണ്ട്. സിയോന്റെ ആനന്ദം എന്റെ മനസ്സിലുണ്ട്. സർവഭൂമിയുടെയും ആനന്ദമായ സിയോന്റെ ആനന്ദം എന്റെ മനസ്സിലുണ്ട്. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെസ്, ഇതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം. നമുക്ക് എവിടെ നിന്ന് ആനന്ദം കിട്ടുമോ? ഞാൻ മുളന്തുരുത്തിയിലിരിക്കുമ്പോൾ പണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു മന്ത്രി വന്നു. 2 മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. യാദൃശ്യമായി അനൂപ് ജേക്കബിന്റെ ഇലക്ഷൻ പ്രചരണത്തിന് വന്നതാണ്. യാദൃശ്യമായി അവിടെ ഫെയ്ത്ത് ഹോമിൽ കയറി. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരു ക്ലാസ് ഉള്ളൊരു ഓഫീസ് റൂമുണ്ട്. ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു വലിയ കപ്പൽ തുറമുഖത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ ഇദ്ദേഹവും ക്രൈസ്തവനാണ്. അപ്പൊ അതിവേഗം വന്ന് പറഞ്ഞു, വോട്ടെല്ലാം ഞങ്ങൾക്ക് തരണം, എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ മന്ത്രി ശർമ്മ കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ പോണ്ടേ അവിടെ കയറണ്ടേ, ഇവിടെ കയറണ്ടേ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എടോ താൻ അവിടെ ഇരിക്കടോ. ഇവിടെ ഇരുന്നപ്പോൾ മനസ്സിനൊരു ആനന്ദം ഉണ്ടോ. ഇവിടെ ഇരുന്നപ്പോഴേ എനിക്കൊരു മനസ്സിനൊരു ആനന്ദമുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുക. അതിനിടയിൽ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചു. പോണമെന്നില്ല. ഞാൻ പറഞ്ഞു, തിരക്കല്ലേ? എന്നാ തിരക്കാ, ജീവിതം ഒന്നല്ല ഉള്ളോ, 10 നിമിഷം അവിടെ ഇരിക്കട്ടെ. ഈ വാക്യം ഒന്ന് പറഞ്ഞു തന്നേ. ഞാൻ വാക്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ജീവിതം മടുത്തു. സ്ഥാനമുണ്ട്, മാനമുണ്ട്, ഉയർന്നൊരു മന്ത്രിയാണ്, ലോകപ്രകാരം എല്ലാം ഉണ്ട്. എന്നോട് പറയാ, മനസ്സിന് സമാധാനവും മനസ്സിനൊരു ആനന്ദവും ഇല്ല. എന്നാൽ യേശുവിന്റെ മാർഗത്തിൽ മനസ്സിന് സമാധാനവും ഹൃദയത്തിന് സമാധാനവും മനസ്സിന് ആനന്ദമുണ്ട്. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന നദികൾ പുറപ്പെട്ടൊഴുകും. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കണം, യേശുവേ, ആ സ്നേഹത്തിന്റെ നദി കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണം. ഞാൻ പലതിനെയും ഭയപ്പെടുന്നു, ഭയം വിട്ട് ഞാൻ പുറത്തു വരട്ടെ. എനിക്ക് പലരോടും ക്ഷമിക്കാൻ ഒക്കുന്നില്ല. ക്ഷമിക്കാൻ ഒരു ഹൃദയം ഉണ്ടാകേണ്ടതിന് യേശുവേ, ആ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. എന്റെ ഹൃദയത്തിൽ സമാധാനമില്ല. അയ്യോ, എന്റെ ഹൃദയം, മനസ്സാക്ഷി എന്നെ വിധിച്ച് നീറിപ്പോകുകയാണ്. എന്റെ പാപം ക്ഷമിച്ച് ആ മനസ്സാക്ഷി അങ്ങയുടെ രക്തം കൊണ്ട് കഴുകി
നിർമ്മലമായൊരു മനസാക്ഷി എനിക്ക് തരണമേ യേശുവേ. ആ സിയോനിലെ അഭിഷേകം എന്റെ മേൽ പകർന്ന് എന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ ഈ രാത്രി അഴിക്കണമേ യേശുവേ. നിന്റെ വിലാപ്പുറത്തു നിന്ന് ഒഴുകുന്ന കൃപയുടെ നദിയാൽ എന്റെ ഹൃദയം നിറയ്ക്കണമേ. വീണ്ടും ഇപ്പോൾ നമ്മൾ എന്താ വായിച്ചത്? ആനന്ദം ഒരു നദിയാണ്. എന്ത് ചെയ്യണം? നമ്മൾ ദുഷ്ടതയെ വെറുക്കണം. ദുഷ്ടതയെ വെറുത്തിട്ട് വേണം നീതിയെ സ്നേഹിക്കാൻ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, പലർക്കും ഇത് അറിഞ്ഞുകൂടാ. ദുഷ്ടതയെ നമ്മൾ വെറുക്കണം. നമ്മൾ ദുഷ്ടതയെന്ന് ബോധ്യപ്പെട്ടാലേ നമ്മൾ അത് കൊണ്ടു നടന്നേച്ചരുത്. പണ്ട് പഞ്ചാബി ഫ്ലൈറ്റേ കയറിയ കാര്യം കേട്ടിട്ടില്ലേ? പഞ്ചാബി ജന്മനാൽ ഒരു തലക്കെട്ട് വെക്കും, പിന്നെ അവൻ ചത്താലും അതൊന്നും അഴിക്കത്തില്ല. അപ്പോൾ ഒരു പഞ്ചാബി കാലിൽ ഷോർട്സ് ഇട്ടിരിക്കുക. അപ്പോൾ അത് അലക്കത്തൊന്നുമില്ല, വിയർത്ത് ദുർഗന്ധമായി. കമ്പനിക്കാരൻ മാനേജർക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടായി. അപ്പോൾ വിദേശത്ത് എവിടെ പോകാൻ നേരം ഇദ്ദേഹം എന്നോട് പറഞ്ഞടാ, നാളെ നമുക്ക് ഇംഗ്ലണ്ടിന് പോകേണ്ടതാണ്, അപ്പം നീ മാന്യമായി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം, ഇതെല്ലാം പറഞ്ഞു. പിന്നെ ഇവൻ ഷോർട്സ് മാറത്തില്ലെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം തന്നെ എന്ത് ചെയ്തു? 2 പുതിയ ഷോർട്സൊക്കെ മേടിച്ചു കൊടുത്തു. ഫ്ലൈറ്റേ കയറുന്നതിന് മുമ്പ് പറഞ്ഞടാ അത് ഉരുക്കളഞ്ഞ് ചിതിറാന്നു. ശരി സാറേ എന്ന് പറഞ്ഞത്. രണ്ടുപേരും ഫ്ലൈറ്റേക്ക് യാത്ര ചെയ്തു പോകുമ്പോഴും പഴയ ദുർഗന്ധം തന്നെ. ചേടാ ഇതെന്താടാ, വിയർപ്പ് നാറുന്നല്ലോടാ. അപ്പൊ ചോദിച്ച് എന്തിയടാ ഷൂ ഇട്ടില്ലേ? അപ്പൊ പാൻറ് മാറ്റി കാണിച്ചതാ സാറ് മേടിക്കുന്ന ഷോർട്സ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ചേട്ടാ പിന്നെന്താടാ നാറുന്നത്? എന്തിയാടാ പഴയത്? അത് ഞാൻ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ദൈവങ്ങളുണ്ട്. ഊരി കളയത്തില്ല, ഊരി പോക്കറ്റിലിട്ടിരിക്കുക. നമ്മൾ ദുഷ്ടതയെ വെറുത്തിട്ട് വേണം നീതിയെ സ്നേഹിക്കാൻ. ശ്രദ്ധിക്കുക. അല്ലാതെ ദുഷ്ടതയും നീതിയും കൂടെ ആയിട്ട് ആര് പ്രാർത്ഥിച്ചാലും ഒന്നും സമാധാനം കിട്ടത്തില്ല. ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയും. മനസ്സിന് ആനന്ദമൊന്നും കിട്ടത്തില്ല. നമുക്ക് മനസ്സിന് ഒറിജിനൽ ഒരാനന്ദം കിട്ടണമെങ്കിൽ ബൈബിൾ പറഞ്ഞതാണ്, അവൻ ദുഷ്ടതയെ വെറുത്ത് ദുഷ്ടതയെ വെറുത്ത് നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം. ആനന്ദ തൈലത്താ നമ്മുടെ മനസ്സിന് ഭയങ്കര ആനന്ദമായിരിക്കും. അഭിഷേകമൊക്കെ പ്രാപിക്കുമ്പോൾ ആനന്ദം കണ്ടിട്ടില്ലേ അല്ലേ? അഭിഷേകം പ്രാപിക്കുമ്പോൾ ആനന്ദം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അഭിഷേകം പ്രാപിച്ചു. ഒത്തിരിയും കാലം പ്രാർത്ഥിച്ചിട്ടും കിട്ടാതിരുന്ന് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടി. അപ്പോൾ എൻ്റെ മമ്മിയുടെ അപ്പച്ചനുണ്ട്, അദ്ദേഹം ഒരു ദൈവഭക്തനാണ്. അദ്ദേഹത്തോട് പോയി പറയണം, എനിക്ക് അഭിഷേകം കിട്ടിയ കാര്യം അദ്ദേഹത്തോട് പറയണം. അദ്ദേഹം നമ്മുടെ പെന്റിക്കോസ് ഗ്രൂപ്പിലെങ്കിലും വളരെ വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനെ കണ്ട് നീതിയിൽ ജീവിച്ച ആളാണ്. അപ്പം ഞാൻ ഈ അപ്പച്ചനോട് ആദ്യമായി പോയി ഞാൻ അഭിഷേകം പ്രാപിച്ചു എന്നുള്ളതൊന്ന് പറയണം പ്രിയുള്ളൂ. അപ്പോൾ എനിക്കൊരു ഒടങ്കൊല്ലി സൈക്കിളുണ്ട്. ഞാൻ ആ സൈക്കിളിൽ പോവുകയാണ്. കുട്ടനാട് പ്രദേശമാണ്. അപ്പോൾ ഈ സൈക്കിളിൽ പോകുമ്പോൾ ഒരിടത്തിൽ നിന്ന് വളവ് തിരിയണമായിരുന്നു. വളവ് തിരിയുന്ന കാര്യം മറന്നുപോയി. സത്യം പറയാം, പരിശുദ്ധാത്മാവ് എന്നിൽ വന്നിട്ട് ആ സന്തോഷത്തിന് ഞാൻ അന്യഭാഷ പറഞ്ഞ് സിയോന്റെ ആനന്ദം കൊണ്ട് നിറഞ്ഞ് സൈക്കിൾ ചവിട്ടിപ്പോയി വളവ് തിരിക്കാൻ മറന്നുപോയി. ഞാൻ ഭയങ്കര ഒരു കുളത്തിലങ്ങ് വീണു. പിന്നെ കുളത്തിൽ വീണപ്പോഴാ ബോധം വന്നത്. അയ്യോ, പെട്ടെന്ന് ആരും കണ്ടില്ല, വലിഞ്ഞു കയറി ഡ്രസ്സൊക്കെ പിഴിഞ്ഞ് വീണ്ടും കൊടുത്ത് അപ്പച്ചനെടുക്കാൻ പോയി. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു എന്താ അപ്പച്ചാ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് എവിടെ അഭിഷേകം പ്രാപിച്ചു? കുളത്തിൽ കിടന്നാണോ? ഞാൻ പറഞ്ഞല്ല, വരുന്ന വഴി കുളത്തിൽ വീണതാണ്. അപ്പോൾ ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, നമ്മളിലെ ഈ അഭിഷേകം അതാണ് ആനന്ദം, സിയോന്റെ ആനന്ദം. ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? നമ്മൾ ദുഷ്ടതയെ വെറുത്ത് നീതിയെ സ്നേഹിക്കണം. ഇനി അടുത്ത വഴി നമുക്ക് നോക്കാം. 16-ാം സങ്കീർത്തനം 8-ാം വാക്യം. 16-ാം സങ്കീർത്തനം 8-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്. ദാവീദാ പറയുന്നത്, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ മനസ്സാനന്ദിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ആരാ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്? പാപമാണോ? ശത്രുവാണോ? മഹാപർവ്വതമാണോ? നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാണോ? ആട്ടിപ്പായിക്കുക, യേശുവിനെ മുമ്പിൽ സ്ഥാപിക്കുക. അങ്ങനല്ലേ? ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കൊണ്ട് എൻ്റെ മനസ്സാനന്ദിക്കും, എൻ്റെ ഹൃദയം സന്തോഷിക്കും. ആനന്ദത്തിന്റെ രഹസ്യമാണ് ഞാൻ പറഞ്ഞത്. സമയം കടന്നു പോകുന്നു, അടുത്ത ഭാഗത്തേക്ക് വരാം. ആനന്ദത്തിന്റെ മറ്റൊരു ഭാഗമുണ്ട്. 90-ാം സങ്കീർത്തനം 14-ാം വാക്യം. ഭക്തനായ മോശ തന്റെ സഹോദരനായ അഹരോൻ മരിക്കുമ്പോൾ ഇതാ മനോവേദനയോടെ പാടിയ സങ്കീർത്തനവരിൽ എഴുതിയിരിക്കുന്നു, ദൈവം തമ്പുരാനെ കാലത്ത് തന്നെ നിന്റെ ദയ കൊണ്ട് എൻ്റെ ഹൃദയം നിറച്ചാൽ എൻ്റെ മനസ്സ് ഘോഷിച്ചാനന്ദിക്കും. അപ്പൊ ഈ രാത്രിയിൽ നമുക്കൊന്നായി കർത്താവിന്റെ അടുക്കൽ പോകണം. എത്ര പേര് ആഗ്രഹിക്കുന്നു, യേശുവേ ഞാൻ അങ്ങനെ ചെയ്യാം, എന്നോട് ദയ തോന്നണമേ, ഞാൻ അങ്ങേ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാം.
ഒരുപക്ഷെ ക്രൈസ്തവ പശ്ചാത്തലമായിരിക്കാം സഹോദരങ്ങളെ നമ്മുടേത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ത് ബന്ധമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ആരിൽ നിന്നൊക്കെയോ കൈമാറി നമുക്ക് കിട്ടിയ അറിവാണ് ക്രൈസ്തവർ അവരുടെ ദൈവമാണ്. അല്ല, യേശു ലോകരക്ഷിതാവാണ്. എനിക്കുള്ള അതേ ബന്ധം തന്നെയാണ് ഒരു ഹൈന്ദവനായാലും ഇസ്ലാമികനായാലും അവന് യേശുവിനോടുള്ള ബന്ധം. യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകണം, വചനം നമുക്ക് വിശ്വസിക്കണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇനി നമുക്ക് തിരുവെഴുത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. സമയം അവസാനിക്കുന്നല്ലോ. അടുത്തതായി മറ്റൊരു നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22:1 വാക്യം ഏതാണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒരു നദി ഒഴുകി. പെട്ടെന്ന് വായിച്ചാൽ, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടൊഴുകുന്ന ഒരു നദി. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരണം വിട്ടുയർത്തുവന്ന മശിഹാ തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പിതാവ് തനിക്കൊരു സിംഹാസനം കൊടുത്തു. ഞാൻ എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവന് ഞാൻ എന്റെ സിംഹാസനം കൊടുക്കും. ഇതാ ആ സിംഹാസനത്തിൽ നിന്നൊരു നദി ഒഴുകുന്നു, പളുങ്കുപോലെ ശുഭ്രമായ നദി. അതാണ് ജയജീവിതത്തിന്റെ നദി. ഒരുത്തൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അത് അവന്റെ ജീവിതത്തിൽ ജയമുണ്ടാകും. എത്രയോ വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കും. പേപ്പറൊക്കെ വായിക്കാറില്ലേ, മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താൻ നടക്കുന്ന കാര്യമല്ല സഹോദരൻ. പണ്ട് കള്ളടിച്ചവൻ പിന്നെ അവസാനം അവൻ ബിവറേജിൽ നിന്ന് ഇറങ്ങാതെ അവിടെ കിടക്കും. വല്ല മയക്കുമരുന്നൊക്കെ കൊടുത്ത് 1-2 ദിവസമൊക്കെ നമുക്ക് നിൽക്കാം. കടിക്കുന്ന പട്ടി ആഫ്രിക്കയിൽ കൊണ്ടുപോയാലും പട്ടി കടിക്കത്തില്ലേ? കടിക്കുന്ന പട്ടിയോട് പട്ടി കടിക്കല്ലേ എന്ന് പറഞ്ഞാൽ സായിപ്പാണെന്നൊക്കെ പറഞ്ഞാൽ 1-2 ദിവസമൊക്കെ പട്ടി കടിക്കാതിരിക്കും. സ്വാഭാവികമായിട്ട് പട്ടി കടിക്കും. നമുക്ക് എറണാകുളത്ത് ഒരു ജോർജ് അച്ഛൻ ഉണ്ടായിരുന്നു. ജോർജ് അച്ഛൻ പണ്ട് ബോംബെയിൽ അച്ഛനായിരിക്കും കാലത്ത് ഉണ്ടായ ഒരു സംഭവം പറഞ്ഞു. അച്ഛനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ജോർജ് കുട്ടിയുണ്ട്. ജോർജ് കുട്ടി കള്ളു കുടിച്ച് വെളിവില്ലാതെ നിൽക്കുകയാണ്. അച്ഛനെ കണ്ട വാടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, അച്ചോ പറ്റിപ്പോയേ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞു. കരഞ്ഞു കൂവി നിലവിളിച്ച് പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. ഒരു തീരുമാനമെടുത്ത് ജോർജ് കുട്ടിയുടെ ബൈബിളിന്റെ തുമ്പത്തെഴുതി 1996 ജോർജ് അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു. എനിക്ക് മാനസാന്തരം ഉണ്ടായി, കള്ളുകൂടി എന്നേക്കും നിർത്തി. അച്ഛനും സമാധാനമായി. ജോർജ് കുട്ടി നന്നായല്ലോ, കുടുംബം ഗുണം പിടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പോയി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അച്ഛൻ എന്ത് ചെയ്തത്, തൻ്റെ കുട മറന്നുപോയത്. ഉടനെ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാം, ഒരു ഓട്ടോ പിടിച്ചു കുടയെടുക്കാൻ വീട്ടിൽ ചെന്നു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ആന്റി ഇറങ്ങി വന്നിരിക്കുകയാണ്, ദയനീയമായി നിൽക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, എന്തിയെ ജോർജ് കുട്ടി എന്തിയെ, ജോർജ് കുട്ടി എന്തിയെ? അമ്മ ആന്റി ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലിരുന്ന 4 കുപ്പി കൂടെ അടിച്ചിപ്പം തലകീടായിട്ട് കിടക്കുകയാണ്. കണ്ടോ? അപ്പം ജോർജ് അച്ഛനെ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ വേദപുസ്തകത്തിന്റെ തുമ്പത്തെഴുതിയത് കൊണ്ടോ എൻ്റെ കള്ളുകൂടി പോകത്തില്ല. കള്ളുകൂടി പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നീ ആഗ്രഹിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും നിനക്ക് ജയമുണ്ടാകും, യാതൊരു സംശയവുമില്ല. നിന്റെ അണ്ണാക്ക് തുറന്ന് കള്ളൊഴിച്ചു തന്നാലും നിനക്ക് വേണ്ടെന്ന് ചിന്ത വരും. സംശയമുണ്ടോ? ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് ജയജീവിതത്തിന്റെ ഒരു സിംഹാസനമാണ്. അതിൽ നിന്നൊരു നദി പുറപ്പെട്ടൊഴുകി, ശുദ്ധവും ശുഭ്രവുമായ ഒരു നദി. ഈ രാത്രിയിൽ യേശുവിൽ നമുക്ക് വിശ്വസിക്കാം. എത്ര പേർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും? കർത്താവായ യേശുവേ, അങ്ങ് എൻ്റെ രക്ഷിതാവാണ്. 1900 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ഒരു ജന്മം, ഒരു ജീവിതമേ എനിക്കുള്ളൂ. എൻ്റെ അവസാന നിമിഷം വരെ യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കാം. ഞാൻ നിന്റെ തിരുവെഴുത്തുകളെ അപ്പാടെ വിശ്വസിക്കുന്നു. 1900 വർഷത്തിനപ്പുറം യെരൂശലേം ദേവാലയത്തിന്റെ പടിവാതിക്കൽ നിന്ന് അങ്ങ് പറഞ്ഞ വചനം ഈ രാത്രി എൻ്റെ കാത് ഒരിക്കൽ കൂടെ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്ന യേശുവേ, ആ സ്നേഹത്തിന്റെ നദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവമക്കളെ, ആഗ്രഹിക്കുന്നവർ ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് ഇപ്പോൾ നമുക്ക് കർത്താവിന്റെ മുഖം ധ്യാനിക്കാം. കർത്താവിന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയണം. പരമാർത്ഥതയോടെ നിങ്ങളൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ദൈവം വിശ്വസ്തനല്ലേ? അവൻ നമ്മളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ലോകത്തിലെല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞേക്കാം. നിന്റെ തെറ്റുകളും പരാജയങ്ങളും വ്രണപ്പാടുകളും അവർ എടുത്തു പാടി നടന്നേക്കാം. ഇല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതില്ല. അപ്പന് മക്കളോട് കരുണയുള്ളതുപോലെ യേശുവിന് നമ്മളോട് കരുണയുണ്ട്. സ്വന്തം ജീവനെ തന്ന് നമ്മെ വീണ്ടെടുത്ത പിതാവ് അതോടുകൂടെ നമുക്ക് സകലതും തരാതിരിക്കുമോ? കണ്ണുകൾ അടച്ചാട്ട് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. എന്താണ് വിഷയം? യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, ആ നദി എന്നിലേക്ക് ഒഴുകിയെത്തണമേ. കർത്താവേ, ആ നിന്റെ സ്നേഹത്തിന്റെ ആലയത്തിൽ നിന്നൊഴുകിയ സ്നേഹത്തിന്റെ നദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണം. ആഗ്രഹിക്കുന്നവർ ദയവായിട്ടെന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ.
ദൈവമക്കളെ, ഇവിടെ ഈ പെന്തിക്കോസ് ഗ്രൂപ്പിൽപ്പെട്ടവർ അല്ലാത്തവർ ഈ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ സകല ജാതികളോടും ദൈവരാജ്യം പ്രസംഗിക്കാനുള്ളവരാണ്. ഇവിടെ വിശ്വാസികളായിരിക്കുന്നവരോടും പുറത്തുള്ളവരോടും ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഒരുപോലെയാണ്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാം, നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ട വിഷയം ഏതാണ്? യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു ആ ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്നൊഴുകി യാഗപീഠത്തെ ചുറ്റി തെക്കോട്ടൊഴുകി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ആ സ്നേഹത്തിന്റെ ആഴത്തിന്റെ നദിയിലേക്ക് ഈ രാത്രി എന്നെ ഒന്ന് കൊണ്ടെത്തിക്കാമോ? ഞാൻ ഭയപ്പെടുകയാണ്, പല കാര്യങ്ങളെയും ഞാൻ ഭയപ്പെടുകയാണ്. പലരോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സമയം എന്നെ വിട്ടുപോകുന്നു കർത്താവേ. എൻ്റെ ചിന്താമണ്ഡലം എൻ്റെ പ്രാണനെ വേട്ടയാടുകയാണ്. ഞാൻ ഏതൊക്കെയോ കാര്യങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. യേശുവേ, ഈ രാത്രി നീ എന്നെ രക്ഷിക്കണമേ. ഈ രാത്രി ആ നദി എൻ്റെ ഹൃദയത്തിൽ ഒഴുകിയെത്തണമേ. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട് വീണ്ടും നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ആ സമാധാനത്തിന്റെ നദി കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. എന്റെ സാന്നിധ്യം എന്റെ കുടുംബത്തിന് സമാധാനമാകട്ടെ. എന്റെ സാന്നിധ്യം എന്റെ ഭാര്യയ്ക്ക് സമാധാനമായി തീരട്ടെ. എന്റെ സാന്നിധ്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായി തീരട്ടെ. എന്റെ സാന്നിധ്യം ദേശത്തിന് സമാധാനമായി തീരട്ടെ. യേശുവേ, ആ സമാധാനത്തിന്റെ നദി കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ. പാപം എന്റെ പ്രാണനെ വേട്ടയാടുകയാണ്. ഏകാന്തതയിൽ എന്റെ മനസ്സാക്ഷി എന്നെ കുറ്റം വിധിക്കുകയാണ്. അവയുടെ മുൻപിൽ എന്റെ ഉള്ളം വിറയ്ക്കുകയാണ്. ഈ രാത്രി എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറയണം കർത്താവേ. കർത്താവേ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു, നീ പൊയ്ക്കോ എന്നോട് ഈ രാത്രി നീ ഒന്ന് പറയണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ആഗ്രഹത്തോടെ പറഞ്ഞാട്ട് ആ സമാധാനത്തിന്റെ നദി ക്രൂശിൽ നിന്നൊഴുകി നിന്റെ അടുക്കൽ വരികയാണ്. ഈ രാത്രി യേശുവേ, ആ അഗ്നി നദി ഞങ്ങളുടെ മധ്യ ഒന്ന് ഒഴുക്കണമേ. കർത്താവേ, ഞാൻ ഒരു കാലത്ത് കത്തി ജ്വലിച്ച ഒരു നല്ല വിളക്കായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ കെട്ടുപോയി. അയ്യോ, ഞാൻ പുകയാണ്. അയ്യോ, എന്റെ ജീവിതം പുകയാണ്. എന്നോട് നീ നീ ഈ രാത്രി ഒരിക്കൽ കൂടെ ഒന്ന് കത്തിക്കണമേ കർത്താവേ. ശത്രു എന്നോട് യുദ്ധം ചെയ്യുകയാണ്. മരണഭാഷത്താൽ ഞാൻ ചുറ്റപ്പെടുകയാണ്. തിരുവെഴുത്ത് പറഞ്ഞല്ലോ, അഗ്നി നദി ഒഴുകട്ടെ, അത് മരണഭാഷങ്ങളെ വിടുവിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരട്ടെ. ഈ രാത്രി കൃപയുടെ നദി ഒഴുകിയെത്തട്ടെ. നിന്റെ മനസ്സ് കുളിർമ കൊണ്ട് നിറയട്ടെ. നീ യേശുവിന് ഏറ്റവും പ്രിയനായി തീരട്ടെ. നിന്റെ ജീവിതം അനേകർക്ക് വെളിച്ചമായി തീരട്ടെ. നിന്റെ കൃപയിൽ നിന്ന് കൃപ ഒഴുകട്ടെ. നിന്റെ സമാധാനത്തിൽ നിന്ന് സമാധാനം ഒഴുകട്ടെ. നിന്റെ സ്നേഹത്തിൽ നിന്ന് സ്നേഹം ഒഴുകട്ടെ. എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടെന്ന് പറഞ്ഞ യേശുവേ, എന്നെ കാണുന്നവൻ നിന്നെ കാണുവാൻ എന്നെ യോഗ്യനാക്കണമേ. വീണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ മനസ്സിൽ ഒരു ആനന്ദം എനിക്ക് തരണമേ. എനിക്ക് ഓർമ്മയുണ്ട്, നിന്നെ കണ്ടെത്തിയ നാളുകൾ. ഇപ്പോൾ എന്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോയി. മനസ്സ് നിറയെ ദുഷ്ടതകളാണ്, ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ്. ഇപ്പോൾ എന്റെ പ്രാണൻ വിട്ടുപോയാൽ സ്വർഗം എന്റെ മുമ്പിൽ അടയപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദുഷ്ടതയെ വെറുക്കാം. യേശുവേ, ഈ ദിവസം തുടങ്ങി ഞാൻ ദുഷ്ടതയെ വെറുത്ത് ഞാൻ നീതിയെ സ്നേഹിക്കാം. നിന്റെ ദയ കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. എന്റെ മുമ്പിലിരിക്കുന്ന പാപത്തെ, എന്റെ മുമ്പിലിരിക്കുന്ന മ്ലേച്ഛതയെ നീക്കിക്കളഞ്ഞ് യേശുവേ, നീ എന്റെ മുമ്പിലേക്ക് വരണമേ. ഞാൻ എന്റെ ദൈവത്തെ മുൻപിൽ വെച്ചതുകൊണ്ട് എന്റെ മനസ്സ് ആനന്ദിക്കും. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ആ ജീവന്റെ ജീവിതത്തിന്റെ നദി എനിക്ക് തരണം. പലപ്പോഴും ഞാൻ പല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടും നിലനിൽപ്പാൻ കഴിയാതെ ഞാൻ വീണ് തകരുകയാണ്. ഞാൻ മരണ ദിവസത്തോട് അടുക്കുകയാണ്. എന്റെ നിത്യതയുടെ വാതിലിനോട് ഞാൻ അടുത്തുപോയി. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് അസാധ്യം, എന്റെ ദൈവത്തിന് സാധ്യം. എനിക്ക് അസാധ്യം, എന്റെ ദൈവത്തിന് സാധ്യം. എനിക്ക് അസാധ്യം, പക്ഷേ എന്റെ ദൈവത്തിന് സാധ്യം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവന്റെ നദികൾ പുറപ്പെടട്ടെ. നിങ്ങളുടെ ആവശ്യം ഏതാണ്? സ്നേഹമാണോ? സമാധാനമാണോ? ആനന്ദമാണോ? കൃപയാണോ? ജയകരമായ ജീവിതമാണോ? ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒന്നാണ് നിന്റെ ആവശ്യം. ഞാൻ ഈ മീറ്റിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആത്മാവെന്റെ ഹൃദയത്തിൽ ഈ വചനം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഈ പന്തലിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഇരിപ്പുണ്ട്. ഇതിലേതാണ് നിന്റെ ആവശ്യം? സമാധാനമില്ലേ? ഈ രാത്രി സമാധാനം തരും. കൃപയില്ലേ? യേശു നിനക്ക് കൃപ തരും. മനസ്സിൽ ആനന്ദമില്ലേ? ഈ രാത്രി ആനന്ദത്താൽ നിറയ്ക്കും. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് നമ്മുടെ കടപ്പാൻ വയ്യാത്ത, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മാനദി എന്റെ പ്രാണനാഥ്, ആത്മാനദി
എന്റെ പ്രാണനാഥൻ സകലപ്പെടുത്തി എന്റെ അത്ഭുതമേ, സകലപ്പെടുത്തി എന്റെ അത്ഭുതമേ. നിറഞ്ഞ സന്തോഷം, നിറഞ്ഞ സന്തോഷം